Welcome to next lecture, chapter 7, Geodesics. Okay, so definition. A vector field x along the parameterized curve alpha is a function which assigns to each t belong to I a vector x of t at alpha of t. ഓക്കെ, നമ്മൾ സാധാരണ വെക്ടർ ഫീൽഡ് എന്താണെന്ന് വെക്ടർ ഫീൽഡ് നമ്മളിപ്പോൾ എവിടെയൊക്കെ കണ്ട് ഒരു ഓപ്പൺ സെറ്റിൽ വെക്ടർ ഫീൽഡ് എന്താണെന്ന് കണ്ടു. അത് ഓപ്പൺ സെറ്റിൽ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ വെക്ടർ തരുന്നൊരു ഫംഗ്ഷനായിരുന്നു. പിന്നെ നമ്മൾ വെക്ടർ ഫീൽഡ് ഒരു സർഫസിൽ കണ്ടു. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? വെക്ടർ ഫീൽഡ് സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസിൽ ഓരോ പോയിന്റിലും നമുക്കൊരു വെക്ടർ തരുന്ന ഒരു ഫംഗ്ഷനായിരുന്നു അത്. ഇവിടെ വെക്ടർ ഫീൽഡ് എലോങ് പാരാമെട്രൈസ് കർവാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരും? അത് ആ പാരാമെട്രൈസ് കർവ് ആൽഫ ഓഫ് ടി ഇപ്പോൾ ഒരു പാരാമെട്രൈസ് കർവാണ് വിചാരിക്കുക. ഒരു ആൽഫ ഇസ് എ ഫംഗ്ഷൻ ഫ്രം I to Rn+1. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി അല്ലെങ്കിൽ ഈ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഫോർ എനി ടി കമ്മിങ് ഫ്രം ഐ ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വെക്ടർ ഉണ്ടാവും. ഓക്കെ, അതാ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് അസൈൻസ് ടു ഈച്ച് ടി ബിലോങ് ടു ഐ എ വെക്ടർ എക്സ് ഓഫ് ടി അറ്റ് ആൽഫ ഓഫ് ടി. ആൽഫ ഓഫ് ടി എന്നുള്ള പോയിന്റിൽ നമുക്കൊരു വെക്ടർ കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ബിലോങ് ടു ആർ ആൽഫ ഓഫ് ടി. ഈ ആർ ആൽഫ ഓഫ് ടി n+1 എന്ന് പറഞ്ഞാൽ ഇത് Rn+1ലേക്കാണ് ആൽഫ ഒരു n+1 ഡയമെൻഷണൽ സ്പേസിലെ ഒരു കർവാണ്. സോ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ ഒരു വെക്ടർ ഉണ്ടാവും. ആ വെക്ടർ n+1 ഡയമെൻഷണൽ സ്പേസിലെ വെക്ടറാണ്. അപ്പോൾ n+1 കോർഡിനേറ്റ്സ് ഉണ്ടാവും. അത് കാണിക്കാനാണ് ആർ ആൽഫ ടി n+1 അവർ എഴുതിയിരിക്കുന്നത് ഫോർ എവറി ടി ബിലോങ് ടു ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു കർവ് വരയ്ക്കുക. കർവിൽ ഏത് പോയിന്റിൽ നമുക്ക് വെക്ടർ ഉണ്ടാവും. ആ വെക്ടർ പക്ഷേ Rn+1ലാണ് ആൽഫ കിടക്കുന്ന കാരണം ഇതൊരു n+1 കോർഡിനേറ്റ്സ് ഉള്ള വെക്ടർ ആവുന്ന മാത്രമേ ഉള്ളൂ. എല്ലാ പോയിന്റിലും നമുക്ക് വെക്ടർ കിട്ടും. ഇവിടെ ഒരു സ്ലാൻഡ് ചരിച്ചൊരു സംഭവം എഴുതിയിട്ടുണ്ട്. വെലോസിറ്റി വെക്ടർ ഫീൽഡ് എന്താണെന്ന് നോക്കൂ. വെലോസിറ്റി വെക്ടർ ഫീൽഡ് എലോങ് എ പാരാമെട്രൈസ് കർവ് ആൽഫ ഇസ് എ വെലോസിറ്റി ആൽഫ ഡോട്ട് ഓഫ് പാരാമെട്രൈസ് കർവ് ആൽഫ ഫ്രം I to Rn+1. അപ്പോൾ ഒന്നുമില്ല, Rn+1 ഒരു കർവ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അറ്റ് എനി ആൽഫ ഓഫ് ടി ആൽഫ ഡോട്ട് ഓഫ് ടി കണ്ടുപിടിക്കുക. അതായത് ടി dx1 ഓഫ് ടി ബൈ ഡി ടി dx2 ഓഫ് ടി ബൈ ഡി ടി എക്സെട്ര dxn+1 ഓഫ് ടി ബൈ ഡി ടി n+1 കോർഡിനേറ്റ്സും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓരോ പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ വെലോസിറ്റി വെക്ടേഴ്സ് കിട്ടും. അതാണ് നമ്മൾ വിളിക്കുന്നത് വെലോസിറ്റി വെക്ടർ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. എല്ലാ പോയിന്റിലെയും വെലോസിറ്റി വെക്ടേഴ്സ് ആ പോയിന്റിലെ വെക്ടറായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതൊരു വെക്ടർ ഫീൽഡായിട്ട് കാണും. കാരണം എല്ലാ പോയിന്റും നമുക്ക് വെക്ടേഴ്സ് ഉണ്ടല്ലോ. അതാണ് നമ്മൾ നമ്മുടെ വെലോസിറ്റി വെക്ടർ ഫീൽഡ് നമ്മൾ പറയുന്നത്. ഓക്കെ, നൗ example, the velocity alpha dot of t of the parameterized curve alpha from I to Rn+1 is a vector field along alpha. Its length, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ പോയിന്റിലും നമുക്കൊരു വെലോസിറ്റി വെക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെലോസിറ്റി വെക്ടറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അത് നമ്മൾ എന്ത് വിളിക്കും? നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി നമ്മളതിനെ റിപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ നോം. അതായത് നോം ഇങ്ങനെ കാണിക്കുക, നോം ഓഫ് ആൽഫ ഓഫ് ടി. അതെന്താണ്? ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ നീളം. അതാണ് നോം ആൽഫ, ആണ് ലെങ്ത് ഫംഗ്ഷൻ. ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിൽ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കുക, വെലോസിറ്റി വെക്ടറിൻ്റെ നോം എടുക്കുക, ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ എടുക്കുക. ഓക്കെ, അതാണ് എന്ത്? നോം ഓഫ് ആൽഫ ഡോട്ട് എന്നുള്ള ഫംഗ്ഷൻ, അതായത് അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, സോ നോം ഓഫ് ആൽഫ ഡോട്ട് ഇസ് കോൾഡ് ദി സ്പീഡ് ഓഫ് ആൽഫ. അപ്പോൾ ലെങ്ത്, വെലോസിറ്റി വെക്ടറിൻ്റെ നീളത്തിനെയാണ് ആ പോയിന്റിൽ എന്താ പറയുന്നത്? സ്പീഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഫൈൻഡ് ദ വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദ കർവ് ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ടി സ്ക്വയർ. ആൽഫ ഓഫ് ടി സ്ക്വയർ ആണ്. ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദോസ് തിങ്സ്. ആൽഫ ഡോട്ട് ഓഫ് ടി എന്ത് വരും? ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ത് കിട്ടി? ടി 1 ആയി, ടി സ്ക്വയർ 2t ആയി. അതിന് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഈസ് കോൾഡ് ദി ആക്സലറേഷൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി എന്നുള്ള പോയിന്റിൽ 0യും 2യും വന്നു. സോ എന്താണ് നോം ആൽഫ ഡോട്ട് ഓഫ് ടി? അതെന്താ? ലെങ്ത് ഓഫ് നോം ആൽഫ ഓഫ് ടി. ലെങ്ത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2t ദ ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4t സ്ക്വയർ. എന്താ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിച്ചു? സോ വി ഗോട്ട് ദ സ്പീഡ് ഹിയർ, ദിസ് ഇസ് ദ വെലോസിറ്റി, ദിസ് ഇസ് ദ ആക്സലറേഷൻ. വാട്ട് അബൌട്ട് സെക്കൻഡ് കർവ്? cos t sin t. സിമിലർലി ആൽഫ ഡോട്ട് ഓഫ് ടി കാണാം, ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി കാണാം, ആൻഡ് നോം ഓഫ് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി കാണാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Now go to next definition. If X is a vector field on U, where U is in Rn+1 containing the image of alpha, and X of alpha is a vector field along alpha. Okay. Similarly, f of alpha is a function along alpha.
യെസ്, നമ്മളിപ്പോൾ ഒരു കർവിലൂടെ ഉള്ള കാര്യങ്ങളെ പറയുന്നത് കേട്ടോ. സർഫസും എല്ലാം കഴിഞ്ഞ് പ്ലെയിനും കഴിഞ്ഞ് കർവിലൂടെ. ഇവിടെ എന്താ പറയുന്നത്, എക്സ് യു എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സെറ്റിൽ വെക്റ്റർ ഫീൽഡാണ് എക്സ്. അപ്പോൾ എല്ലാ പോയിന്റിലും നമുക്ക് വെക്റ്റർ ഉണ്ടാവും. ഓക്കെ, ഈ യു എന്ന് പറഞ്ഞ ഓപ്പൺ സെറ്റ് Rn+1 സബ്സെറ്റാണ്. അപ്പോൾ ഈ യു എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അകത്തൊരു കർവ് ആൽഫ കിടപ്പുണ്ട്. ആൽഫ എവിടെ കിടക്കുന്നുണ്ട്? യുവിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എക്സ് എന്നുള്ള വെക്റ്റർ ഫീൽഡിൽ യുവിൽ എല്ലാ പോയിൻറ്റ്സിലും വെക്റ്റർ തരുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവിൻ്റെ പുറത്തും വെക്റ്റേഴ്സ് തരുമല്ലോ. അപ്പോൾ എക്സ് ഓഫ് ആൽഫ എന്താ? ഇറ്റ് ഇസ് എ വെക്റ്റർ ഫീൽഡ് ഓവർ ആൽഫ. അതുപോലെ തന്നെ എഫ് ഓഫ് ആൽഫ എന്താ? എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു ആർ. ആ യുവിൻ്റെ അകത്ത് എന്തുണ്ട്? ആൽഫയുണ്ട്. സോ എഫ് ഓഫ് ആൽഫയുടെ വർക്കൗട്ട് ആയിക്കോളും. എഫ് ഓഫ് ആൽഫ എവിടെ നിന്ന് എവിടേക്കുള്ള ഫംഗ്ഷനാവും? ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം ഐ, ബിക്കോസ് ആൽഫ ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഐ. സോ എഫ് ഓഫ് ആൽഫ ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഐ എന്ന് പറഞ്ഞാൽ ആൽഫയിലൂടെയുള്ള ഫംഗ്ഷനാണ്. കാരണം ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക്, ഏത് ഐ എടുത്താലും ഐയിൽ ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഓഫ് ഐ കിട്ടും. ആൽഫ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അത് ആൽഫ എന്ന് പറഞ്ഞ കർവിലൂടെയുള്ള ഫംഗ്ഷനായി മാറും എഫ് ഓഫ് ആൽഫ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇമേജ് ഓഫ് ആൽഫ ഈസ് എ സബ്സെറ്റ് ഓഫ് യു. ആൻഡ് ഹിയർ നോക്കൂ, ഇമേജ് ഓഫ് ആൽഫ എന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് യു. യാ, അത് നമുക്കവിടെ ക്ലിയർ ആണ്. What is next? Thus vector field along alpha is of the form. എൻ്റെ ഫോം നോക്കൂ, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫയിലൂടെയുള്ള വെക്റ്റർ ഫീൽഡാണ് കേട്ടോ. സോ ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിലാണല്ലോ ആൽഫയിലൂടെയുള്ള വെക്റ്റർ ഫീൽഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു x1 ഓഫ് ടി x2 xn+1 ഓഫ് ടി. അപ്പോൾ വെക്റ്റർ ഫീൽഡ് അലോങ് ആൽഫ നമുക്ക് ഇങ്ങനെ ഓരോ പോയിന്റും n+1 കോർഡിനേറ്റ്. ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞാൽ Rn+1 കിടക്കണേ. സോ ഏത് പോയിന്റ് എടുത്താലും എന്താണത്? n+1 coordinates ഉണ്ടാവും. where each xi is a function along alpha. So each xi is a function along alpha. So each xi is a function from I to R. So x is smooth if each xi ഓരോ കോർഡിനേറ്റ് സ്മൂത്ത് ആണെങ്കിൽ ഒരു വെക്റ്റർ ഫീൽഡ് നമ്മളിത് വിളിക്കും സ്മൂത്ത് എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചാൽ എല്ലാ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സ്മൂത്ത് ഫംഗ്ഷൻ ആവശ്യമുള്ളത്. ഡെറിവേറ്റീവ് ഓഫ് എ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് എക്സ് along alpha is a vector field x dot. ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ഉണ്ട് വിചാരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവിനെ പറ്റിയാണ് അടുത്ത് സംസാരിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. സോ എക്സ് ക്യാപിറ്റൽ എക്സ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ നമ്മുടെ ആ എക്സ് ഡോട്ട് ഓഫ് ടി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി എന്നുള്ള പോയിന്റിൽ ഓരോ കോർഡിനേറ്റും വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ഡി ബൈ ഡി ടി ഓഫ് എക്സ്1 ഓഫ് ടി, ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഡോട്ട് എക്സെട്ര, ഡി ബൈ ഡി ടി ഓഫ് xn+1 ഓഫ് ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇത് ഉപയോഗിച്ച് ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. എക്സ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എക്സ് ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി കോമ ഡി ബൈ ഡി ടി ഓഫ് എക്സ്1 ഓഫ് ടി, ഡി ബൈ ഡി ടി ഓഫ് x2 ഓഫ് ടി എക്സെട്ര, ഡി ബൈ ഡി ടി ഓഫ് xn+1 ഓഫ് ടി. ഓക്കെ, ഫൈൻ. പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ്സ്, നമുക്ക് അടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കാം. ഓക്കെ, എക്സ് പ്ലസ് വൈ ഹോൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് പ്ലസ് വൈ ഡോട്ട്. ഓക്കെ, ഈ ലൈനൊന്നുമില്ല, എക്സ് പ്ലസ് വൈ ഒരുമിച്ചാണ് ഡോട്ട് ഇട്ടിരിക്കുന്നത്. സോ ഡെറിവേറ്റീവ് ഓഫ് ഇഫ് എക്സും വൈയും രണ്ടും വെക്റ്റർ ഫീൽഡ്സ് ആയിരിക്കും. എക്സ് പ്ലസ് വൈ എന്നുള്ള വെക്റ്റർ ഫീൽഡ് എന്ത് ചെയ്യാം? മുകളിൽ സം എടുത്തിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നതും ഇൻഡിവിജ്വൽ ഡെറിവേറ്റീവ് എടുത്ത് സം എടുക്കുന്നതും സെയിം ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്താ? എഫ് ഇൻറ്റു എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് പ്ലസ് എഫ് എക്സ് നോട്ട്. തേർഡ് പ്രോപ്പർട്ടി ഈസ് എക്സ് ഡോട്ട് ഇൻറ്റു വൈ ഹോൾ ഡെറിവേറ്റീവ് is equal to എക്സ് ഇൻറ്റു വൈ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട് ഇൻറ്റു വൈ. അല്ല, ഇത് എക്സ് ഇൻറ്റു വൈ ഹോൾ ഡോട്ട് ആണ് കേട്ടോ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട് ഇൻറ്റു വൈ വരും. അപ്പോൾ എക്സ് പ്ലസ് വൈ എഫ് എക്സ് ആൻഡ് എക്സ് ഇൻറ്റു വൈ ആർ ഡിഫൈൻഡ് ഓൾ അലോങ് ആൽഫ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇത് എക്സ് ഇൻറ്റു വൈ ഹോൾ ഡെറിവേറ്റീവ്, ഇതാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. സോ പ്രൂഫ് വളരെ എലിമെൻ്ററി ആണ്. നിങ്ങൾക്ക് വെറുതെ ഒരെണ്ണം നമുക്ക് നോക്കാം, ബാക്കിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. സോ എന്താണ് എക്സ് പ്ലസ് വൈ ഓഫ് ടി നോക്കണം? എന്താ എക്സ് പ്ലസ് വൈ ഓഫ് ടി? ആൽഫ ഓഫ് ടി എന്നുള്ള പോയിന്റിലാണ് എന്താണ് എക്സ് പ്ലസ് വൈ ഓഫ് ടി എന്താണ്? എക്സ് ഓരോ കോർഡിനേറ്റേഴ്സ് നോക്കുമ്പോൾ x1 ഓഫ് ടി x1 പ്ലസ് y1 ഓഫ് ടി വരും. സെക്കൻഡ് കോർഡിനേറ്റർ x2 പ്ലസ് y2 ഓഫ് ടി ആണെങ്കിൽ xn+1 പ്ലസ് yn+1 ഓഫ് ടി വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതിന് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ടാക്കി മാറ്റും. സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി മാറ്റി ആൽഫ ഓഫ് ടി കോമ x1 ഓഫ് ടി എക്സെട്ര xn+1 ഓഫ് ടി പ്ലസ് ആൽഫ ഓഫ് ടി കോമ y1 ഓഫ് ടി എക്സെട്ര yn+1 ഓഫ് ടി ആക്കി മാറ്റി. ഇങ്ങനെ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇന്ന് ഒന്നാമത്തെ നോക്കൂ, എക്സ് പ്ലസ് വൈ ഹോൾ ഡോട്ട് ഓഫ് ടി. നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഹോൾ ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് വൈ
ഓഫ് ടി എന്താണെന്ന് അറിയാം. ഇനി ഹോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഓരോന്നായിട്ട് വരും. സോ നമുക്ക് എക്സ് ഡോട്ട് ഓഫ് ടി പ്ലസ് വൈ ഡോട്ട് ഓഫ് ടി കിട്ടും. ഓക്കെ, അങ്ങനത്തെ എഫ് ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എക്സ് ഓഫ് ടി ആണ് ഡെറിവേറ്റീവ്. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഓക്കെ, വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. കോർഡിനേറ്റേഴ്സ് നോക്കി പോയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇഫ് ആൽഫ ഫ്രം I to Rn plus 1 is a parameterized curve with constant speed. ഓക്കെ, ആൽഫ ഒരു പാരാമെട്രൈസ് കർവാണ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാരാമെട്രൈസ് കർവാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആക്സിലേഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ഫോർ എവരി ടി ബിലോങ് ടു I എന്നാണ് പറയുന്നത്. കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് ഉണ്ടാവും അല്ലേ, ഒരു വെലോസിറ്റി വെക്ടേഴ്സ് ഉണ്ടാവും എല്ലാ പോയിന്റിലും. അപ്പോൾ ആൽഫ എന്നുള്ള കർവ് ഉണ്ട്, ആ കർവിൽ എല്ലാ പോയിന്റും വെലോസിറ്റി വെക്ടേഴ്സ് ഉണ്ട്. എല്ലാ വെലോസിറ്റി വെക്ടറിൻ്റെ നീളം സെയിം ആണ്. നമ്മളൊന്ന് കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് വിളിച്ചാൽ അല്ലേ, നോം ഓഫ് ആൽഫ ഡോട്ട് ആണല്ലോ നമ്മുടെ സ്പീഡ് എന്ന് വിളിക്കുന്നത്. സോ ആൽഫ ഡോട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ എല്ലാ വെക്ടേഴ്സിൻ്റെയും ലെങ്ത് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആവുന്നൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ നമ്മളെന്ത് വിളിക്കും, ആക്സലറേഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി നമ്മൾ പറയും. ഓക്കെ, കോൺസ്റ്റൻറ്റ് സ്പീഡുള്ള പാരാമെട്രൈസ് കർവിൽ സൊല്യൂഷൻ നോക്കൂ. സോ വി ഹാവ് ആൽഫ ഫ്രം I to Rn plus 1 is a parameterized curve with constant speed. അപ്പോൾ നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ ഫോർ എവരി ടി ബിലോങ് ടു I. ഓക്കെ, ഫിക്സ്ഡ് ആണ്. ഫോർ ഡി ബൈ ഡി ടി ഓഫ് നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി കെ ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്താണ്, കോൺസ്റ്റൻ്റ് ആകുമ്പോൾ 0 ആണ്. പക്ഷേ നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ ഡോട്ട് ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ റൂൾ അപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും, ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ ഡോട്ട് ഓഫ് ടി ഇൻറ്റു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി പ്ലസ് ആൽഫ ഡോട്ട് ഓഫ് ടി ഇൻറ്റു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് ഇസ് 2 ടൈംസ് ആൽഫ ഡോട്ട് ഓഫ് ടി ഇൻറ്റു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ 2 എന്ന് പറഞ്ഞാൽ എന്തൊരിക്കലും 0 ആവില്ല. ദാറ്റ് മീൻസ് ആൽഫ ഡോട്ട് ഓഫ് ടി ഇൻറ്റു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി എന്താണ്, 0 ആണ്. പക്ഷേ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ആക്സലറേഷൻ ആണ്, ആൽഫ ഡോട്ട് ഓഫ് ടി എന്താണ്, വെലോസിറ്റി ആണ്. സോ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. സോ നമുക്ക് എന്ത് വിളിക്കാൻ വേണമെങ്കിൽ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ബിലോങ് ടു ആൽഫ ഡോട്ട് ഓഫ് ടി പെർപ്പെന്ന് വിളിക്കാം. ആൽഫ ഡോട്ട് ഓഫ് ടിയുടെ പെർപെൻഡിക്കുലർ സ്പേസ് സബ് സ്പേസ് ആയിരിക്കും ആക്സലറേഷൻ. സോ ഡെഫിനിഷൻ എന്താണ് ജിയോഡെസിക് എന്ന് പറയുന്നത്. ദ ഡെഫിനിഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ജിയോഡെസിക് ഇൻ എൻ എൻ സർഫസ് a subset of Rn plus 1 is a parameterized curve alpha from I to S where acceleration is everywhere perpendicular to S. അപ്പോൾ ഒരു എൻ സർഫസ് എടുക്കുക, എൻ സർഫസിൽ ഒരു കർവ് എടുക്കുക. ആ കർവ് ഒരു ജിയോഡെസിക് ആണെന്ന് പറയണമെങ്കിൽ ആ കർവിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിലെ വെലോസിറ്റി വെക്ടറും ആ കർവിലെ ആ പോയിൻറ്റിലെ ആക്സലറേഷൻ വെക്ടറും എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ ആക്സലറേഷൻ വെക്ടർ ആൽഫ ഓഫ് ടിയിലുള്ള ടാൻജൻ സ്പേസിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയണേ. അതായത് പറയണേ എസ് പി എന്ന് പറഞ്ഞ പി എന്നുള്ള പോയിന്റിൽ വെലോസിറ്റി ടാൻജൻ സ്പേസ് ആണല്ലോ. സോ എസ് ആൽഫ ടി എന്ന് പറഞ്ഞാൽ ആൽഫ ടി എന്നുള്ള പോയിന്റിൽ ടാൻജൻ സ്പേസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണം ആര്, ആക്സലറേഷൻ. ഓക്കെ.